ഹലോ എവരി വൺ, വെൽക്കം ടു ടെക്സ്ഫാബ്. ബിടെക് KTU ഒന്നാം വർഷത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് മെക്കാനിക്സ്. ഇൻട്രൊഡക്ഷൻ ഫോർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. മെക്കാനിക്സ് ഈസ് ദ ഫിസിക്കൽ സയൻസ് കൺസേൺഡ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ബോഡീസ് ദാറ്റ് ആർ ആക്റ്റഡ് അപ്പോൺ ബൈ ഫോഴ്സസ്. അതായത് മെക്കാനിക്സ് എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിലും ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനകത്ത് വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ്. ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു ടു, ദാറ്റ് ഈസ് സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥയിൽ ഒരു വസ്തുവിനെ കുറിച്ചുള്ള പഠനവും, ഡൈനാമിക്സ് എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ പഠനവുമാണ്. സ്റ്റാറ്റിക്സ് ഡീപ്പായിട്ട് പഠിക്കുന്നതിന് മുന്നായി നമ്മൾക്ക് റിജിഡ് ബോഡി മെക്കാനിക്സ് എന്താണെന്ന് അറിയേണ്ടതുണ്ട്. എന്താണ് റിജിഡ് ബോഡി മെക്കാനിക്സ്? അതിനു മുന്നായി റിജിഡ് ബോഡി എന്താണ്? എ ബോഡി ഈസ് സെഡ് ടു ബി റിജിഡ് ഇഫ് ഇറ്റ് റീറ്റെയിൻ ഇറ്റ്സ് ഷേപ്പ് ആൻഡ് സൈസ് ഈവൻ ഇഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ അപ്ലൈഡ് ഓൺ ഇറ്റ്. ഒരു ബോഡി അതിൻ്റെ ഷേപ്പ് ഫോഴ്സ് കൊടുത്താലും ഡീഫോം ചെയ്യുന്നില്ല എങ്കിൽ, രൂപമാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ അതിനെ റിജിഡ് ബോഡി എന്ന് പറയാം. അതാണ് സ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു ബലൂൺ, റബ്ബർ എന്നിവ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രൂപത്തിന് വ്യത്യാസം സംഭവിക്കും. ദാറ്റ് വിൽ ഡീഫോം. ദാറ്റ് ഈസ് നോട്ട് എ റിജിഡ് ബോഡി. സോ ബട്ട് ഇൻ കേസ് ഓഫ് എ സ്റ്റോൺ, ഒരു സ്റ്റോൺ എടുക്കുകയാണ്, അതിന് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ഡീഫോം ഇറ്റ്സ് ഷേപ്പ്. സോ ഇറ്റ് ഈസ് എ റിജിഡ് ബോഡി. സ്റ്റാറ്റിക്സ് ഡീൽസ് വിത്ത് ഇക്വിലിബ്രിയം ഓഫ് ബോഡീസ് അണ്ടർ ആക്ഷൻ ഓഫ് ഫോഴ്സസ്. അതായത് സ്റ്റാറ്റിക്സ് എന്നാൽ ഒരു ബോഡിയെക്കുറിച്ചുള്ള ഇക്വിലിബ്രിയം പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ബോഡീസ് മേ ബി എയ്തർ അറ്റ് റെസ്റ്റ് ഓർ മൂവ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. നിങ്ങൾക്ക് അല്പം തോന്നിയേക്കാം, വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എങ്ങനെ ഇവിടെ വന്നു? കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി അത് റെസ്റ്റിന് ഇക്വലൻ്റ് ആണ്. നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴത്തേക്ക് മെക്കാനിക്സിനകത്ത് അത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഐ റിപ്പീറ്റ്, body may be either at rest or move with a constant velocity is included in statics. സ്റ്റാറ്റിക്സിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന കുറേ പ്രോബ്ലംസിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സോ ബോഡി റെസ്റ്റിംഗ് ഓവർ എ സ്ലോപ്പ് ഹാവിംഗ് ആൻ ഇൻക്ലിനേഷൻ തീറ്റ. സോ ദർ വിൽ ബി എ റിയാക്ഷൻ, എ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ദാറ്റ് ഈസ് കീപ്പിംഗ് ഇറ്റ് സ്റ്റാറ്റിക്സ്, mg cos theta, mg sin theta and its own weight mg. So friction illa engil this body will move down. So this force is friction. Next we will discuss about the ladder friction. ഇവിടെ രണ്ട് പോയിന്റുകളുണ്ട്, അവിടെ ആയിരിക്കും ഫ്രിക്ഷൻ ഉണ്ടാവുക. എ പോയിന്റ് എ, പോയിന്റ് ബി. പോയിന്റ് എയിലും ബിയിലുമുള്ള ഫ്രിക്ഷനാണ് ഈ ലാഡറിനെ അതുപോലെ സ്റ്റാറ്റിക്കായിട്ട് നിലനിർത്തുന്നത്. സോ ദർ വിൽ ബി എ ഫ്രിക്ഷൻ ഇൻ ദിസ് ഡിറക്ഷൻ ആൻഡ് ഫ്രിക്ഷൻ ഇൻ ദിസ് അപ്വേർഡ് ഡിറക്ഷൻ. എപ്പോഴും ഫ്രിക്ഷൻ വരിക മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. സാധാരണഗതിയിൽ ഇവിടെ തന്നെ ചിന്തിക്കുക, ലാഡർ ഈസ് മൂവിങ് ഡൗൺ. ഫ്രിക്ഷൻ ഇല്ല എന്നെങ്കിൽ ലാഡർ വിൽ സ്ലിപ്പ് ഡൗൺ. Here it will move towards this left. So the friction here at this A is towards right. Here the friction will be in the upward direction. ഇതും നമ്മൾ ചർച്ച ചെയ്യും. Here two spheres are kept in a box and the forces are acting at this point, this point, this point, and in between the touching spheres. So it is having its own weight here and here. So that is also we are going to discuss. So this is another example, a load carrying crane. So this is hanging here, and what is the moment that is acting on the machine? So these are the things we are going to discuss in mechanics. So next is ഡൈനാമിക്സ്. നമ്മൾ നിശ്ചലാവസ്ഥയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈനാമിക്സ് ആണ്. ഡൈനാമിക്സ് ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് ബോഡീസ്, ദാറ്റ് ഈസ് ആക്സലറേറ്റഡ് മോഷൻ. It is again divided into two, that is kinematics
ആൻഡ് കൈനറ്റിക്സ്. കൈനമാറ്റിക്സ് എന്താണ്? കൈനമാറ്റിക്സ് എന്നാൽ ഒരു ബോഡിയിൽ വരുന്ന ഫോഴ്സിനെക്കുറിച്ചും അതിൻ്റെ മോഷനെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. എന്താണ് കൈനറ്റിക്സ്? ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് ബോഡീസ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇത് മോഷൻ ഓഫ് ബോഡീസിനെ കുറിച്ചും എന്നാൽ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സിനെ കുറിച്ചും പഠിക്കുന്ന ശാഖയാണ്. കൈനമാറ്റിക്സ് എന്നത് ഫോഴ്സ് ഉൾപ്പെടുത്താതെയും കൈനറ്റിക്സ് എന്നത് ഫോഴ്സ് ഉൾപ്പെടുത്തിയുമുള്ള ശാസ്ത്രശാഖയാണ്. 2 balls റോളിംഗ് ഓവർ എ സ്ലൈഡ് ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ്, എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ പിസ്റ്റൾ. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് റിക്കോയിൽ? വിത്ത് വാട്ട് വെലോസിറ്റി ദ ബുള്ളറ്റ് ഈസ് ഫയർഡ്? ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈനാമിക്സിലാണ്. നെക്സ്റ്റ്, എ കാർ മൂവിങ് അറ്റ് 50 km/h ഈസ് അപ്ലൈഡ് വിത്ത് ബ്രേക്സ്. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് it can be come to rest? That is also discussed in dynamics. Say pulley as shown in the figure. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ 2 pulleys ഉണ്ട്. What is the tension in the pulley wire? What is the acceleration of the system? എന്നിവയെല്ലാം നമ്മൾ ഡൈനാമിക്സിലാണ് ഡിസ്കസ് ചെയ്യുക. സോ സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് അതിൻ്റെ ഏകദേശ രൂപം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ്, ഫോഴ്സ്. മെക്കാനിക്സ് പഠിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു പദമാണ് ഫോഴ്സ്. സോ ഫോഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കോസ് ഓഫ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓർ ബോഡി. അതായത് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാത്മകമായിരിക്കുന്ന ഒരു വസ്തുവിനെ നിർത്താനോ അതിൻ്റെ ദിശ ചേഞ്ച് ചെയ്യാനോ നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കുന്നു. അതാണ് ഫോഴ്സ്. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചതുപോലെ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. Force is equal to mass into acceleration. It is found by the product of mass and acceleration and the unit is Newton. The characteristics of force, very very important. A force has following basic characteristics. Force എന്ന് പറയുന്ന അല്ലെ ബലത്തിന് താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും, ഡയറക്ഷൻ ഉണ്ടാകും, ദിശയുണ്ടാകും, പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ടാകും. അതായത് ഒരു പോയിന്റിലായിരിക്കും അത് ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഫോഴ്സ്. സ്കെയിലാസ് ആൻഡ് വെക്ടേഴ്സ്. സ്കെയിലാസ് only മാഗ്നിറ്റ്യൂഡ് ഈസ് അസോസിയേറ്റഡ്. അതായത് ദിശയില്ലാതെ നമ്മൾ പ്രസ്താവിക്കുന്ന ഒരു അളവിനെയാണ് സ്കെയിലാസ് എന്ന് പറയുക. എക്സാമ്പിൾ, ടൈം, വോളിയം, ഡെൻസിറ്റി, സ്പീഡ്, എനർജി, മാസ്. വോളിയത്തിൻ്റെ ദിശയില്ല, സമയത്തിൻ്റെ ദിശയില്ല, ഡെൻസിറ്റി, അതുപോലെ സ്പീഡ്, എനർജി ആൻഡ് മാസ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് സ്പീഡ്. സോ ദിസ് ഈസ് ദ പാത്ത്. ദിസ് ഈസ് ദ ലൈൻ കണക്റ്റിംഗ് ദ ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഓഫ് ദ പാത്ത്. ഫോർ ദ സ്പീഡ് വി ആർ ഡിറ്റർമിനിങ് ദിസ് ട്രാക്ക്. നമ്മൾ ഇതിലൂടെയുള്ള എല്ലാ ലെന്തും സ്പീഡിൽ ഉപയോഗിക്കും. എന്നാൽ വെലോസിറ്റി എന്നതിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റാണ് എടുക്കുക. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് കണക്റ്റിംഗ് ദ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ദ ഫൈനൽ പോയിന്റ്. ദാറ്റ് ഈസ് കൺസിഡർഡ് ഇൻ വെലോസിറ്റി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ആൻഡ് ദ സ്പീഡ് ഈസ് ഈക്വൽ ടു ദ പാത്ത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. സോ സ്പീഡ് ഡസൻറ്റ് ഹാവ് എ direction. Vectors. Vectors എന്നാൽ it possesses direction as well as magnitude and must obey the parallelogram law of addition and the triangle law. So the examples are, അതിന് വെക്ടേഴ്സിന് ഡയറക്ഷൻ ഉണ്ടാകും, അതിനൊരു അളവും ഉണ്ടാകും. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഡിസ്പ്ലേസ്മെൻറ്റ്, ദ വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം ഇവയ്ക്കെല്ലാം അളവുണ്ടാകും. അതുപോലെ തന്നെ ദിശയും പ്രസ്താവിക്കേണ്ടതുണ്ട്. സോ ദി ഇക്വലൻ്റ് വെക്റ്റർ 2 വെക്റ്റേഴ്സാണ് V1ഉം V2ഉം. സോ ദ വെക്റ്റർ സം ഈസ് V. സോ വെക്റ്റർ സം ഈസ് V. ഹൗ ഇറ്റ് ഈസ് കമ്മിങ്? സോ V1 പാരലായി ഞാനിവിടെ ഒരു വര വരച്ചു. V2 സമാന്തരമായി പാരലായിട്ട് ഇവിടെ ഒരു വര വരച്ചു. ബട്ട് വി ഹാവ് ടു beware that the V2 have to begin from the head of the V1. So
ദ ടെയിൽ ഓഫ് ദ V1 കണക്റ്റഡ് വിത്ത് V2. അതായത് V1ൻ്റെ തലയിൽ V2 വരയ്ക്കണം. അതുപോലെ തന്നെ V1ൻ്റെ എൻഡിൽ നിന്നും V2ൻ്റെ ഹെഡ് വരെ വരയ്ക്കുന്നതാണ് ഇതിൻ്റെ റിസൾട്ടൻറ്റ്, ദാറ്റ് ഈസ് V. സോ നെക്സ്റ്റ് ഈസ് യൂണിറ്റ് വെക്റ്റേഴ്സ്. എക്സ് ഡിറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിൻ്റെ പേരാണ് I, Y ഡിറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിൻ്റെ പേരാണ് J, Z ഡിറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിൻ്റെ പേരാണ് K. എന്തിനാണ് യൂണിറ്റ് വെക്ടർ പഠിക്കുന്നത്? പെട്ടെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ 12 മാങ്ങ എടുക്കുകയാണ്, അതിന് 36 രൂപ എങ്കിൽ 8 മാങ്ങയുടെ വില പറയുവാൻ പെട്ടെന്ന് സാധിക്കില്ല. പക്ഷേ ഒരു മാങ്ങയുടെ വില 3 രൂപയാണെങ്കിൽ 12 മാങ്ങയുടെ വില 36 രൂപയായിരിക്കും. 8 മാങ്ങയുടെ വില 3 ഗുണം 8 24 എന്നായിരിക്കും. അതിനുവേണ്ടിയാണ് യൂണിറ്റ് വെക്റ്റേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ I, J, K ആർ യൂണിറ്റ് വെക്റ്റേഴ്സ്. സോ A and B are 2 vectors. A is in this direction and B is in this direction. So I am drawing a line parallel to B and another line parallel to A in such a way that A should begin from the head of B. Bയുടെ ഈ ആരോയിൽ നിന്നായിരിക്കണം A തുടങ്ങേണ്ടത്. എങ്കിൽ എയുടെയും ബിയുടെയും റിസൾട്ടൻറ്റ് ബിയുടെ എൻഡിൽ നിന്നും എയുടെ ഹെഡ് വരെയുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ റിസൾട്ടൻറ്റ്. എ, ദിസ് വൺ ഈസ് ബി ആൻഡ് ദ തേർഡ് വൺ ഈസ് സി. ഇത് നമുക്ക് അനലിറ്റിക്കലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, കണക്കൂട്ടി തന്നെ എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് കൊസൈൻ ലോ. എന്താണ് കൊസൈൻ ലോ? Z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ മൈനസ് 2AB കോസ് C. എന്താണ് ഈ C? കോസ് C എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ഇൻക്ലിനേഷനാണ്. സോ ദിസ് വൺ ഈസ് ദ ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ്. 3 ഫോഴ്സിനെ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡാക്കി മാറ്റാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ 3 വെക്റ്റേഴ്സിനെ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡാക്കി മാറ്റാൻ സാധിച്ചാൽ, ദിസ് വിൽ ഒബേ ദ സൈൻ ലോ. A by sin A is equal to B by sin B is equal to C by sin C. This is സൈൻ ലോ. സോ ഇതുവരെ പഠിച്ചത് സ്കെയിലാറും വെക്റ്റേഴ്സുമാണ്. ഇനി നമ്മൾ മെക്കാനിക്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ഫോഴ്സ് സിസ്റ്റം പരിചയപ്പെടേണ്ടതുണ്ട്. 2 തരം ഫോഴ്സ് സിസ്റ്റമുണ്ട്, കോപ്ലേനാർ ആൻഡ് നോൺ കോപ്ലേനാർ. അതിനകത്ത് തന്നെ ഉത്തരവുമുണ്ട് പ്ലെയിൻ, കോപ്ലേനാർ. ഒരു പ്രതലത്തിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഫോഴ്സിനെയാണ് കോപ്ലേനാർ എന്ന് പറയുന്നത്. നോൺ കോപ്ലേനാർ, ഒരു പ്രതലത്തിൽ വെക്കാൻ പറ്റാത്ത ഫോഴ്സിനെയാണ് നമുക്ക് നോൺ കോപ്ലേനാർ എന്ന് പറയാവുന്നത്. നെക്സ്റ്റ്, കോപ്ലേനാറിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: കൊളീനിയർ, പാരലൽ, കൺകറൻറ്റ്, നോൺ കൺകറൻറ്റ്. നോൺ കോപ്ലേനാറിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: പാരലൽ, കൺകറൻറ്റ്, നോൺ കൺകറൻറ്റ്. കൊളീനിയർ ഫോഴ്സ് സിസ്റ്റം. എന്താണ് കൊളീനിയർ ഫോഴ്സ് സിസ്റ്റം? ഒരു ലൈനിൽ മാത്രം കൺഫൈൻ ചെയ്തിരിക്കുന്ന ഫോഴ്സിനെയാണ് കൊളീനിയർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുക. ബെസ്റ്റ് എക്സാമ്പിൾ, എ ട്രെയിൻ റണ്ണിങ് ഇൻ എ ട്രാക്ക്, സ്ട്രെയിറ്റ് ട്രാക്ക് ഈസ് എ കൊളീനിയർ ഫോഴ്സ് സിസ്റ്റം. പാരലൽ ഫോഴ്സസ്, സമാന്തരമായ ഫോഴ്സസിനെയാണ് പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ദീസ് ആർ പാരലൽ ഫോഴ്സസ്. ആദ്യത്തെ 2 ഫോഴ്സുകളും F1ഉം F2ഉം ഒരേ ദിശയിലായതുകൊണ്ട് അതിനെ ലൈക്ക് ഫോഴ്സസ് എന്നും, F2ഉം F3യും 2 ദിശയിലായതുകൊണ്ട് അതിനെ അൺലൈക്ക് ഫോഴ്സസ് എന്നും പറയുന്നു. ദ കോപ്ലേനാർ ഫോഴ്സ് സിസ്റ്റം ആൻഡ് നോൺ കോപ്ലേനാർ ഫോഴ്സ് സിസ്റ്റം. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഒരു പാരലൽ ഫോഴ്സാണ്, എന്നാൽ അത് നോൺ കോപ്ലേനാറാണ്. ഇതിന് വ്യത്യാസം മനസ്സിലാക്കുക. ഈ ഫോഴ്സസ് എല്ലാം പാരലാണെങ്കിലും ഇതിനെ ഒരു പ്രതലത്തിൽ നമുക്ക് വെക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നോൺ കോപ്ലേനാർ പാരലൽ ഫോഴ്സസ്. ഇത് പാരലാണെങ്കിലും അത് നോൺ കോപ്ലേനാറാണ്. കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം. ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ഫോഴ്സസ് മീറ്റ് അറ്റ് ദ പോയിൻ്റ് ഓഫ് കൺകറൻസി ഈസ് കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം. എല്ലാ ഫോഴ്സും
ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നുവെങ്കിൽ അതിനെ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നു. ദ ഫോഴ്സ് ലൈ ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ് ബട്ട് പാസ് ത്രൂ എ സിംഗിൾ പോയിന്റ്. ഒരു ബിന്ദുവിലേക്ക് എല്ലാ ഫോഴ്സും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, എന്നാൽ അത് ഒരു പ്രതലത്തിലല്ല എങ്കിൽ ദാറ്റ് ഈസ് കൺകറൻറ്റ് ബട്ട് നോൺ കോപ്ലേനാർ. നോൺ കോപ്ലേനാർ കൺകറൻറ്റ് ഫോഴ്സിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പല പ്രതലത്തിലും എന്നാൽ ഒരു പോയിന്റിലേക്കും ആക്ട് ചെയ്യുന്നു. ഇവിടെ എല്ലാ ഫോഴ്സും ഒരു പ്രതലത്തിൽ കൺഫൈൻ ചെയ്തിരിക്കുന്നു, അത് ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്നു. സോ കോപ്ലേനാർ കൺകറൻറ്റ് ഫോഴ്സ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. മെക്കാനിക്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. ഉദാഹരണം, എ ബോഡി ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ടു ഫോഴ്സസ് പി ആൻഡ് ക്യൂ ആസ് ഷോൺ ഫിഗർ. ഒരു ബോഡിയിൽ 60 ന്യൂട്ടണും 40 ന്യൂട്ടണും ഈ കോർണറിൽ ആക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആക്ടിങ് അറ്റ് 20 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ ആൻഡ് 25 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ഫോഴ്സ്. മെക്കാനിക്സിൽ എല്ലായ്പ്പോഴും ദിശ പ്രസ്താവിക്കുന്നത് ആംഗിൾ കൊണ്ടാണ്. ദാറ്റ് ഈസ് 20 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ. പി ഈസ് 20 degree with respect to the horizontal and Q is 25 degree with respect to the first force P. So what is the inclination of Q with respect to the horizontal? Definitely that is 20 plus 25, that is equal to 45. So Q is 45 degree inclined to the horizontal. Next, എന്താണ് റെസൊല്യൂഷൻ? പാരലോഗ്രാം മെത്തേഡ് ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗപ്പെടുത്താം. വാട്ട് ഈസ് പാരലോഗ്രാം മെത്തേഡ്? മുന്നേ നമ്മൾ പ്രസ്താവിച്ചതുപോലെ Q is represented by this line. Q 60 ന്യൂട്ടൺ ആണെങ്കിൽ നമ്മൾ ഗ്രാഫിൽ 6 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ അതിന് പാരലായിട്ടൊരു വര വരച്ചു. സോ 60 ന്യൂട്ടൺ represented by 6 സെൻറ്റിമീറ്റർ in this diagram. So P is 40 ന്യൂട്ടൺ. 40 ന്യൂട്ടണുള്ള ഫോഴ്സ് പിയിലേക്ക് വരുമ്പോൾ 4 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മളിവിടെ വരച്ചു. ഇനി ഇതിനെ ഒരു പാരലോഗ്രാം ആക്കാൻ സാധിച്ചാൽ ക്യൂവിന് പാരലായിട്ട് ഇവിടെ ഒരു വര വരച്ചു, പിക്ക് പാരലായിട്ട് ഇവിടെ ഒരു വര വരച്ചു. ക്യൂവിന് പാരലാക്കിയും പിന് പാരലാക്കിയും നമ്മൾ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എയിൽ നിന്നും 6 വരെ, അതായത് ഈ പാരലോഗ്രത്തിൻ്റെ ഡയഗണലാണ് ഇതിൻ്റെ രണ്ട് ഫോഴ്സിൻ്റെയും റിസൾട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് ദ പാരലോഗ്രാം മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ഫോഴ്സസ്. സോ ദിസ് ഈസ് ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ്. എന്താണ് ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ്? മുന്നേ പ്രസ്താവിച്ചതുപോലെ ക്യൂവിനെ 6 യൂണിറ്റാക്കി മാറ്റി ഇവിടെ പാരലായിട്ട് ഒരു വര വരച്ചു. പി എ 4 യൂണിറ്റാക്കി മാറ്റി എയിൽ നിന്നും ഇങ്ങനെ ഒരു വര വരച്ചു. എങ്കിൽ എ മുതൽ 6 വരെ ഉള്ള ഡിസ്റ്റൻസിനെയാണ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ആൽഫ ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ്. ആൽഫ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ആർ ഹിയർ ഗോട്ട് ഈസ് 98 ന്യൂട്ടൺ, ആൽഫ ഈസ് 35 ഡിഗ്രി. ഇവിടെ ഉത്തരത്തിൽ കിട്ടുന്നത് ട്രയാങ്കുലർ ലോ ആയാലും പാരലോഗ്രാം ലോ ആയാലും ഉത്തരം സെയിം ആയിരിക്കും. അതായത് ആർ ഈസ് ഈക്വൽ ടു 98 ന്യൂട്ടൺ, ആൽഫ ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി. സ്റ്റാറ്റിക്സിൽ എല്ലായ്പ്പോഴും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കേണ്ടതുണ്ട്. എന്താണ് ഫ്രീ ബോഡി ഡയഗ്രാം? ഫ്രീ ബോഡി ഡയഗ്രാം ഈസ് എ ഗ്രാഫിക്കൽ ഇല്ലസ്ട്രേഷൻ യൂസ്ഡ് ടു വിഷ്വലൈസ് ദ അപ്ലൈഡ് ഫോഴ്സ്, മൊമെൻറ്റ്സ് ആൻഡ് റിസൾട്ടിങ് ഓൺ എ ബോഡി ഇൻ എ ഗിവൺ കണ്ടീഷൻ. എന്താണ് ഫ്രീ ബോഡി ഡയഗ്രാം? ഇവിടെ ഒരു ബോക്സ് ഇരിക്കുന്നു, അതിലേക്ക് 2 ഗോളങ്ങൾ ഇട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏതൊക്കെ ഫോഴ്സാണ് വരുന്നത്? ഇറ്റ്സ് ഓൺ വെയ്റ്റ് ആക്ടിങ് പെർപെൻഡിക്കുലർ ഡൗൺ. ഇതിൻ്റെ വെയ്റ്റ് ഭൂമിയുടെ പ്രതലത്തിലേക്ക് ലംബമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ്, അവ രണ്ടും പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ റിയാക്ഷൻ ഇവിടെ ഉണ്ടാകും. ഏത് പ്രതലത്തിലാണോ ഒരു വസ്തു തൊട്ടിരിക്കുന്നത് അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകും.
ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകും. എങ്കിൽ ഈ ഗോളത്തിനെ സംബന്ധിച്ച് 2 പോയിൻറ്റിൽ ഫോഴ്സ് ഉണ്ടാകും. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ടച്ചിങ് അറ്റ് ദീസ് 2 പോയിൻറ്റ്സ്. 2 പോയിൻറ്റിൽ ടച്ച് ചെയ്തിരിക്കുന്നു, 2 റിയാക്ഷൻ. എങ്കിൽ റിയാക്ഷൻ്റെ എല്ലായ്പ്പോഴും ഉള്ള ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഏത് പോയിൻറ്റിലാണോ അത് ടച്ച് ചെയ്തിരിക്കുന്നത്, ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ടച്ചിങ് സർഫസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. So its own weight, the reaction at all touching points. Here equal and opposite. Here it is touching towards right, touching upwards. So free body diagrammത്തിന് മറ്റൊരു ഉദാഹരണമാണ് the carrier. Here it is P and it is the force acting here is at the center of gravity. Resolution. മെക്കാനിക്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ടെക്നിക്കാണ് റെസൊല്യൂഷൻ. എന്താണ് റെസൊല്യൂഷൻ എന്ന് പരിചയപ്പെടാം. ഒരു ബോഡിയിൽ Q എന്ന 60 ന്യൂട്ടണും P എന്ന 40 ന്യൂട്ടണും ആക്ട് ചെയ്യുന്നു. P ഈസ് ആക്ടിങ് അറ്റ് 20 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ ആൻഡ് Q ഈസ് ആക്ടിങ് 25 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ദ P. സോ ദാറ്റ് ഈസ് ഇൻ അതർ വേർഡ്സ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു ഹൊറിസോണ്ടൽ. Q എന്ന് പറയുന്നത് 45 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ ആണ്. ഇതിനെ നമ്മൾ ഗ്രാഫിലേക്ക് എടുത്തു വെക്കുകയാണ്. ദാറ്റ് ഈസ് ദിസ് പോയിൻ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ഒറിജിൻ. Q ഈസ് ഈക്വൽ ടു 60 ന്യൂട്ടൺ, P ഈസ് ഈക്വൽ ടു 40 ന്യൂട്ടൺ ആൻഡ് Q ഈസ് ആക്ടിങ് അറ്റ് 25 ഡിഗ്രി ആൻഡ് P ഈസ് ആക്ടിങ് അറ്റ് 20 ഡിഗ്രി, 20 ഡിഗ്രിയിൽ with respect to horizontal. Horizontal എന്ന് പറഞ്ഞാൽ X line. Resolution is the splitting of force into its components. Here 60 Newton is inclined 40 degree with respect to the horizontal. ഹൊറിസോണ്ടലുമായിട്ടാണ് ഈ 45 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്. Here it is shown. So what is the component of the force that is in the x direction? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻ്റ് എത്രയാണ്? 60 cos 45. സോ ഹിയർ ഇറ്റ് ഈസ് 60 sin 45. ഇവിടെ P എന്ന് പറയുന്നത് 20 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ ആണ്. സോ 40 cos 20 ആൻഡ് 40 sin 20. എവിടേക്ക് കോസ് എടുക്കണം? എവിടെയാണോ ആംഗിൾ മേക്കുന്നത്, തൊട്ട് നിൽക്കുന്നത്, അവിടെ കോസ് എടുക്കണം. ഇവിടെ cos 20 ഡിഗ്രി ഹൊറിസോണ്ടലുമായിട്ടാണ്, അവിടേക്ക് cos 20 എടുക്കണം. അതിന് ലംബമായി, അതിന് പെർപെൻഡിക്കുലറായി sin 20 എടുക്കണം. ഇവിടെ വെർട്ടിക്കലായിരുന്നെങ്കിലോ, ഇവിടെ വെർട്ടിക്കലായിട്ട് 20 ഡിഗ്രി ആയിരുന്നെങ്കിൽ ഇവിടെ cos 20 വരുമായിരുന്നു, ഇവിടെ sin 20 വരുമായിരുന്നു. ഇനി ഇവിടെ 80 ഡിഗ്രി ആയിരുന്നെങ്കിൽ ഇവിടെ വരുന്നത് cos 80 ഡിഗ്രിയും ഇവിടെ sin 80 ഡിഗ്രിയുമാണ്. ദാറ്റ് ഈസ് റെസൊല്യൂഷൻ. സൈനിനേക്കാളും നമ്മൾ കൂടുതലായി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കോസിനാണ്. എന്തുകൊണ്ടെന്നാൽ തൊട്ട് നിൽക്കുന്ന ആക്സിസിലേക്ക്, ആംഗിളിലേക്ക് നമ്മൾ കോസ് എടുക്കണം. അതിന് ലംബമായി മാത്രമേ സൈൻ എടുക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് റെസൊല്യൂഷൻ. സോ ഇൻ ദിസ് കേസ് നമ്മൾ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ സിഗ്മ വിയും സിഗ്മ എച്ചും കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ സിഗ്മ വി എന്നാൽ സമ്മേഷൻ ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇൻ എ സിസ്റ്റം. സോ ദിസ് വൺ ആൻഡ് ദിസ് വൺ ഈസ് ടു ബി സംഡ് അപ്പ്. സോ 60 cos 45 ആൻഡ് 40 cos 20 ഈസ് ടു ബി സംഡ് ഫോർ സിഗ്മ എച്ച്. 60 sin 45 and 40 sin 20 is summed up for sigma v. Sigma v is equal to 60 sin 45 plus 40 sin 20. Sigma h is equal to 60 cos 45 plus 40 cos 20. Substituting, we will get 56.106 Newton. Sigma h likewise 80.01 Newton. So what is the resultant? R square is equal to sigma v the whole square plus sigma h the whole square. So this is the value for that. R another root of sigma v square plus sigma h square. So R is equal to root of
9549.48. Substituting, we will get 97.72. മെക്കാനിക്സിൽ എല്ലായ്പ്പോഴും മാഗ്നിറ്റ്യൂഡ് മാത്രം പ്രസ്താവിക്കുന്നതല്ല ആൻസർ. പിന്നെയോ we need to state the direction also. So tan phi is equal to sigma v by sigma h. So tan inverse sigma v by sigma h is equal to, substituting all the values, we will get phi is equal to 26.1848. നമ്മളിൽ പറയുന്ന ഡയറക്ഷൻ ഗ്രാഫിലേക്ക് മാറ്റുകയാണെങ്കിൽ we will put the y-axis, then the x-axis, and phi is equal to 26.18, always with respect to the horizontal. ഹൊറിസോണ്ടലുമായിട്ടായിരിക്കും എപ്പോഴും ടാൻ ഫൈ പ്രസ്താവിക്കുന്നത്, ഒരിക്കലും വെർട്ടിക്കലുമായിട്ടല്ല ചേർത്ത് വരയ്ക്കേണ്ടത്. ഇതോടുകൂടി ഈ സെഷൻ അവസാനിക്കുന്നു. റെസൊല്യൂഷനും ഇക്വിലിബ്രിയവും അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Bye.